5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 1962 റേച്ചൽ കഴ്സൺ എന്ന ശാസ്ത്രജ്ഞ സൈലന്റ് സ്പ്രിംഗ് നിശബ്ദ വസന്തം എന്നൊരു പുസ്തകം എഴുതിയിരുന്നു. അമേരിക്കയിൽ DDT ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ പൈൻമരക്കാടുകളിൽ കിളികൾ ചലിക്കുന്നില്ല, പൂമ്പാറ്റകൾ പറക്കുന്നില്ല, സൂക്ഷ്മജീവികൾക്കുൾപ്പെടെ വസന്തമില്ല എന്ന് പറഞ്ഞ് എഴുതിയ പുസ്തകം നാളിതുവരെ ലോകത്തിലെ എല്ലാ ഭാഷകളിലുമായി കോടിക്കണക്കിന് പതിപ്പുകൾ വന്നു കഴിഞ്ഞു. 62 ഈ പുസ്തകം വരുമ്പോൾ തന്നെ അമേരിക്കൻ ഗവൺമെന്റ് റേച്ചൽ കഴ്സനെ വിളിക്കുകയും അന്വേഷണവും കമ്മീഷനെയൊക്കെ വെച്ച് DDT നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ. അതിനെ തുടർന്നാണ് 1972 10 വർഷം കഴിയുമ്പോൾ, ഒരു ദശകം കഴിയുമ്പോൾ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വലിയ സമ്മേളനം നടക്കുന്നുണ്ട്. പരിസ്ഥിതിയും വികസനവും എന്നുള്ള ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായി ലോകത്ത് ജൂൺ 5 എല്ലാ വർഷവും പരിസ്ഥിതി ദിനാചരണം നടത്തണമെന്ന് ആഹ്വാനമുണ്ടാകുന്നത്. അങ്ങനെ 1973 ഒരേ ഒരു ഭൂമി, വൺ എർത്ത് എന്നുള്ള കൺസെപ്റ്റിൽ എത്ര കോടി ആളുകൾക്കായാലും എല്ലാ ജീവജാലങ്ങൾക്കും കൂടി ഒരേ ഒരു ഭൂമി മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അത് സംരക്ഷിക്കപ്പെട്ട് തരണം എന്നുള്ള രീതിയിലൊരു ആഹ്വാനം ഉണ്ടാവുകയും അങ്ങനെ 1973 ആദ്യത്തെ പരിസ്ഥിതി ദിനാചരണം നടക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 52 വർഷമായി 52 വിഷയങ്ങളിലായി ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇന്ന് പരിസ്ഥിതി ദിനാചരണം നടക്കുകയാണ്. സ്കൂളുകൾ, കോളേജുകൾ, സന്നദ്ധ സംഘടനകൾ, മറ്റ് സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ എല്ലാവരും ഇന്ന് ഇതേ ദിവസം പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ വിഷയം എന്താണ്? ഐക്യരാഷ്ട്രസഭ പറയുന്നതനുസരിച്ച് കോമ്പാക്ടിങ് ദ പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക്കിന്റെ മലിനീകരണം ഒഴിവാക്കുക. കേട്ടാൽ വളരെ സുന്ദരമാണെന്ന് തോന്നും. പക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ട്, 19ാം നൂറ്റാണ്ട് ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തമാണ്. സാനിറ്ററി ഉപകരണങ്ങളെ പോലെ തന്നെ വളരെ വ്യാപകമായി ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. കൃത്രിമ വാൽവുകൾ മുതൽ, മനുഷ്യന്റെ ഹൃദയം ഇടിക്കുന്നതിനുള്ള കൃത്രിമ വാൽവുകൾ മുതൽ റോക്കറ്റിന്റെ പാർട്ടുകൾ വരെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. ഞാനിന്ന് സംസാരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കസേരയിൽ ഇരുന്നിട്ടാണ്. എൻ്റെ ഷർട്ടിന്റെ ബട്ടൺ പ്ലാസ്റ്റിക് ആണ്. എൻ്റെ ക്യാമറയിലെ കേബിൾ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിന്റെ വൈവിധ്യം വളരെ വലുതാണ്. അത് 50 മൈക്രോണിന് താഴെയുള്ള കവറുകൾ മുതൽ ക്യാരി ബാഗ് മുതൽ ഞാൻ പറഞ്ഞതുപോലെ റോക്കറ്റിന്റെ ഉൽപ്പന്നങ്ങൾ വരെയുള്ള വളരെ വൈവിധ്യമായ രീതിയിൽ ഉൽപാദന ക്ഷമതയുള്ള, കൊണ്ടുപോകാൻ കഴിയുന്ന, രസകരവും മനോഹരവും സൗന്ദര്യവും ഉള്ള രീതിയിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന, വളരെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ, തോതുകളിൽ, തരങ്ങളിലൊക്കെ, അളവുകളിലൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതിന് ജനപ്രിയവും കൂടുകയാണ്. നമ്മളിപ്പോൾ രാവിലെ മിൽമ ബൂത്തിൽ ചെല്ലുമ്പോൾ വളരെ വിദ്യാഭ്യാസമുള്ളവർ, വലിയ ഉദ്യോഗമുള്ളവർ, ചിലപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ വരെ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ക്യാരി ബാഗ് ജീൻസിന്റെയും പാന്റിന്റെയും പോക്കറ്റിൽ നിന്നെടുത്ത് മിൽമ പാലും തൈരും വാങ്ങിക്കൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്ര സൗകര്യമുള്ളൊരു വസ്തുവാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ. പക്ഷേ ഇതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ ചെറുതല്ല. ഇത് കത്തിച്ചാൽ അന്തരീക്ഷത്തിൽ വരുന്ന കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കാർബൺ വാതകങ്ങളുടെയും ദോഷം വളരെ വലുതാണ്. ക്യാൻസറും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇത് വലിച്ചെറിയാനും കഴിയില്ല. ഭൂമിയിലിട്ടാൽ ഭൂഗർഭജലത്തിന് തടസ്സമുണ്ടാക്കും. മണ്ണിൽ അലിയില്ല. ഒരുപാട് പക്ഷിമൃഗാദികൾ ഇത് ഭക്ഷിക്കുന്നു. അപ്പോൾ വലിയ അപകടം പിടിച്ചൊരു വസ്തുവാണിത്. കടലിലാണെങ്കിൽ 50% പ്ലാസ്റ്റിക് ആയി കഴിഞ്ഞു. 2050 കൂടി പ്ലാസ്റ്റിക് ആണോ മത്സ്യമാണോ കൂടുതൽ ചോദിച്ചാൽ അത് പറയാൻ കഴിയാത്ത രീതിയിലേക്ക് പ്ലാസ്റ്റിക് പോകുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക, നിയന്ത്രിച്ചുപയോഗിക്കുക, ഉപയോഗം കുറയ്ക്കുക, റീസൈക്കിൾ ചെയ്യുക, കിട്ടുന്നത് പരമാവധി ഹരിതകർമ്മ സേനയ്ക്കൊക്കെ കൊടുത്തുകൊണ്ട് റീസൈക്കിൾ ചെയ്യുക, റിക്കവർ ചെയ്യാൻ പറ്റുന്ന റിക്കവർ ചെയ്യുക, റീയൂസ് ചെയ്യുക. ഒരു പ്രാവശ്യം കൊണ്ടുവരുന്നത് വീണ്ടും ഒരിക്കലും ഒന്ന് വീട്ടിൽ കൊണ്ടുവന്നു പോയാൽ അത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിന് വിലക്ക് ഏർപ്പെടുത്തുക. 50 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക്കിന് വിലക്ക് ഏർപ്പെടുത്തുക. പ്ലാസ്റ്റിക് റോഡിന്റെ ടാറിങ്ങിന് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സിമന്റ് വ്യവസായത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് വന്നു പോകുന്ന പ്ലാസ്റ്റിക്കിനെ പ്രയോജനപ്പെടുത്തിയും അതിനെ സ്നേഹിച്ചും നന്നായി ശാസ്ത്രീയമായി കൈകാര്യം ചെയ്തും പരിപാലിച്ചും പ്ലാസ്റ്റിക്കിനെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ തരത്തിൽ ഇന്നത്തെ പരിസ്ഥിതി ദിനാചരണം എല്ലാ തലങ്ങളിലും, നമ്മുടെ വ്യക്തിതലത്തിൽ, കുടുംബതലത്തിൽ, സമൂഹതലത്തിൽ ഒക്കെ വലിയ
പങ്കാണുള്ളത് പരിസ്ഥിതി സംരക്ഷിക്കുന്നത്. പരമാവധി മരത്തൈകൾ വെച്ച് പിടിപ്പിക്കുക, വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുക, പുഴകളും തോടുകളും റോഡുകളും എല്ലാം മാലിന്യരഹിതമായി സൂക്ഷിക്കുക, മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ദൈവത്തിന്റെയും പ്രകൃതിയുടെയും സ്വന്തം നാട് മാലിന്യരഹിതമായി സൂക്ഷിക്കുക. സർക്കാരിന് തന്നെ മാലിന്യമുക്ത കേരളം ക്യാമ്പയിൻ ഉണ്ട്. അപ്പോൾ എല്ലാ ഏജൻസികളോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സമൂഹത്തെയും പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള ഓർമ്മ പുതുക്കുന്ന ദിവസം കൂടിയാണ്. നമുക്കൊരു സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു ശോഭേന്ദ്രൻ മാഷ് ഉണ്ടായിരുന്നു. ഒരു തൈ നടാം, ഒരു തണൽ നേടാമെന്നൊക്കെ പറഞ്ഞ ടീച്ചറിന്റെ പ്രസിദ്ധമായ കവിതയൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലതും. അതുകൊണ്ട് ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ 800 കോടിക്കും, ഒരേ ഒരു ഇന്ത്യയേ ഉള്ളൂ 140 കോടിക്കും, ഒരേ ഒരു കേരളമേ ഉള്ളൂ 3.5 കോടി ജനങ്ങൾക്കും. നമുക്ക് കൂടുതൽ പരിസ്ഥിതി സ്നേഹികളാകാം, പ്രകൃതിയെ കൂടുതൽ സംരക്ഷിക്കാം. കാലാവസ്ഥാ മാറ്റത്തിന്റെയും ആഗോളതാപനത്തിന്റെയും പുതിയ യുഗത്തിൽ നാം സംരക്ഷിക്കപ്പെടുന്ന ഓരോ തരി മണ്ണും, ഓരോ തുള്ളി വെള്ളവും, ഓരോ കണം വായുവും നാളുകൾക്കുള്ളതാണ്. നാളുകൾ എന്ന് പറയുന്നത് നമ്മളുടെ മക്കളുടെയും ചെറുമക്കളുടെയും പേരക്കുഞ്ഞുങ്ങളുടേതുമാണ്. അതുകൊണ്ട് അവർക്ക് കൂടി അവകാശപ്പെട്ട ഭൂമിയെ നമുക്ക് കരുതാം. കരുതലോടെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള കുരിശുയുദ്ധം നമ്മൾ പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിസ്ഥിതി ദിനാചരണത്തിൽ ഗ്രീൻ ഗ്ലോബലിന്റെ പ്രേക്ഷകരായിട്ടുള്ളവർ, ഇത് കാണുന്നവർ, കേൾക്കുന്നവർ എല്ലാവർക്കും ഞങ്ങളുടെ ടീമിന്റെ പ്രത്യേകം രംഗത്തും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ്. എല്ലാവർക്കും വളരെ ശുഭകരമായ, മനോഹരമായ, സുന്ദരമായ, ആനന്ദത്തോടു കൂടിയ പരിസ്ഥിതി ദിന ആചരണ സന്ദേശം നൽകുന്നു. പരിസ്ഥിതി ദിനാചരണ ആവശ്യമായ നിങ്ങൾക്ക് ആവശ്യമായ നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം ഞങ്ങൾ അറിയിക്കുന്നു. പരിസ്ഥിതി ദിനം എല്ലാവരും ആചരിക്കുക, കഴിയുന്നത്ര നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഇന്നു മുതൽ നമുക്ക് പ്ലാസ്റ്റിക്കിലും ഉപയോഗത്തിലൊരു പുതിയ മനുഷ്യരാകാം, പരിസ്ഥിതിയെ കൂടി സംരക്ഷിക്കാം. എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ.